രാജ്യത്തിന്റെ വികാരങ്ങൾ ഉൾക്കൊണ്ട് കൊളോണിയൽ കാലഘട്ടത്തിലെ വസ്ത്രധാരണ രീതികൾ ഒഴിവാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം. റിവ്യൂയിങ് ഓഫീസർമാർ വാളുകൾ നിർബന്ധമായും കൊണ്ടുപോകണം, ചില മെസ് ഡ്രസ്സുകൾക്കൊപ്പം പൗച്ച് ബെൽറ്റുകൾ ഉപയോഗിക്കണം എന്നിവ ഒഴിവാക്കി. റോയൽ പോലുള്ള പുരാതന പദങ്ങളുടെ ഉപയോഗവും ഇത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ പരമാധികാര ഐഡന്റിറ്റിയുമായി സൈനിക പാരമ്പര്യങ്ങളെ സമന്വയിപ്പിക്കാനുള്ള വിശാലമായ ശ്രമത്തിന്റെ ഭാഗമായി സിവിൽ ഔപചാരിക വസ്ത്രധാരണത്തിന്റെ ഭാഗമായി തദ്ദേശീയ ബണ്ടി ജാക്കറ്റ് സൈന്യം അവതരിപ്പിക്കുന്നു. കൊളോണിയൽ കാലഘട്ടത്തിലെ ചിഹ്നങ്ങളിൽ നിന്നും പദാവലികളിൽ നിന്നും മനഃപൂർവ്വമായ നീക്കമെന്ന് സൈന്യം വിശേഷിപ്പിക്കുമ്പോൾ സേനയിലുടനീളമുള്ള വസ്ത്രധാരണ നിയന്ത്രണങ്ങളെ മാനദണ്ഡമാക്കുന്ന പുതുതായി പുറത്തിറക്കിയ ആർമി യൂണിഫോം 2026 ലഘുലേഖയിൽ മാറ്റങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ദേശീയ ധാർമ്മികതയുമായുള്ള തദ്ദേശീയവൽക്കരണവും വിന്യാസവും എന്ന അധ്യായത്തിൽ മാറ്റങ്ങൾക്ക് പിന്നിലെ യുക്തി വ്യക്തമായി വിവരിച്ചിട്ടുണ്ട്. രാഷ്ട്രത്തിന്റെ വികാരങ്ങൾക്കും പരിണമിക്കുന്ന പരമാധികാര സ്വത്വത്തിനും അനുസൃതമായി സൈനിക യൂണിഫോം ലഘുലേഖയുടെ ഈ പതിപ്പ് നിരവധി ബോധപൂർവമായ പരിഷ്കാരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് മാനുവലിൽ പറയുന്നു. മാറ്റങ്ങളിൽ ഒന്നാണ് ബണ്ടി ജാക്കറ്റ് എന്നറിയപ്പെടുന്ന ഒരു ക്ലോസ് നെക്ക് കോട്ട്. ഇത് ഫുൾ സ്ലീവ് ഷർട്ടിന് മുകളിൽ ധരിക്കാൻ അനുയോജ്യമാണ്. ഔപചാരിക ട്രൗസറുകളും ഔപചാരിക പാദരക്ഷകളും ഇതിൽ ഉൾപ്പെടുന്നു. ഇത് ഓഫീസർമാരുടെ ഔപചാരിക സിവിൽ വസ്ത്രത്തിന്റെ ഭാഗമായി തദ്ദേശീയമായ ഒരു ഘടകം കൊണ്ടുവരുന്നു. 5-6 നമ്പർ മെസ് ഡ്രസ്സുകളിൽ നിന്നും സൈന്യം പൗച്ച് ബെൽറ്റ് നീക്കം ചെയ്തതായും റിവ്യൂയിങ് ഓഫീസർമാർ വാളുകൾ കൊണ്ടുപോകുന്നത് ഓപ്ഷണലാക്കിയതായും കൊളോണിയൽ കാലഘട്ടത്തിൽ നിന്നും പാരമ്പര്യമായി ലഭിച്ച സൈനിക പാരമ്പര്യങ്ങൾ ഉൾച്ചേർന്ന റോയൽ പോലുള്ള പുരാതന പദാവലികളുടെ ഉപയോഗം നിർത്തിയതായും മാനുവൽ അധികാരപ്പെടുത്തുന്നു. മാനുവൽ അനുസരിച്ച് ഈ നടപടികൾ പാരമ്പര്യ രീതികളുടെ വിശാലമായ അവലോകനത്തിന്റെ ഭാഗമാണ്. പ്രമാണം ഇങ്ങനെ പറയുന്നു: ഈ ലഘുലേഖയിൽ ഉടനീളം ഉചിതമായ സ്ഥലങ്ങൾ പ്രതിഫലിക്കുന്നതും ഇവിടെ കൂടുതൽ പട്ടികപ്പെടുത്തിയിരിക്കുന്നതുമായ ഈ നടപടികളിൽ സിവിൽ ഫോർമൽ വസ്ത്രത്തിന്റെ ഭാഗമായി ബണ്ടി ജാക്കറ്റിന്റെ ആമുഖം, മെസ് ഡ്രസ് നമ്പർ 5, 6 എന്നിവയിൽ നിന്നും പൗച്ച് ബെൽറ്റ് നീക്കം ചെയ്യൽ, റിവ്യൂയിങ് ഓഫീസറുടെ വാൾ വണ്ടി ഓപ്ഷണലാക്കണമെന്ന വ്യവസ്ഥ, റോയൽ പോലുള്ള പുരാതന പദാവലികളുടെ നിർത്തലാക്കൽ എന്നിവ ഉൾപ്പെടുന്നു. മറ്റൊരു പ്രധാന മാറ്റത്തിൽ വാളുകൾ കൊണ്ടുപോകാവുന്ന അവസരങ്ങൾ മാനുവൽ ചുരുക്കുന്നു. റിപ്പബ്ലിക് ദിനം, സ്വാതന്ത്ര്യദിനം, സൈനിക ദിന പരേഡുകൾ, ഗാർഡ്സ് ഓഫ് ഓണർ തുടങ്ങിയ പ്രധാന ആചാരങ്ങളായ പരിപാടികൾ ഇനി മുതൽ പരേഡ് കമാൻഡർമാർ, കണ്ടിജന്റ് കമാൻഡർമാർ, നിയുക്ത ഉദ്യോഗസ്ഥർ എന്നിവർ മാത്രമേ വാളുകൾ കൊണ്ടുപോകാവൂ. ചട്ടങ്ങൾ കൂടുതൽ വ്യക്തമാക്കുന്നത്: റിവ്യൂവിംഗ് ഓഫീസർമാർ പരേഡിൽ വാൾ കൊണ്ടുപോകരുത്. സൈനിക പാരമ്പര്യങ്ങളുടെ ആധുനികവൽക്കരണത്തിനും സംരക്ഷണത്തിനുമിടയിൽ ഒരു സന്തുലിത നടപടിയായിട്ടാണ് സൈന്യം പരിഷ്കാരങ്ങളെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. മാനുവൽ ഇങ്ങനെ പറയുന്നു: മൊത്തത്തിൽ ഈ പരിഷ്കാരങ്ങൾ ഇന്ത്യൻ സൈന്യത്തിന്റെ അന്തസ്സും പ്രവർത്തനക്ഷമതയും നിലനിൽക്കുന്ന പാരമ്പര്യങ്ങളും സംരക്ഷിക്കുന്നതിനൊപ്പം കൊളോണിയൽ കാലഘട്ടത്തിലെ അവശിഷ്ടങ്ങളുടെ പുരോഗമനപരമായ അവലോകനത്തെ പ്രതിനിധീകരിക്കുന്നു. കൊളോണിയൽ കാലഘട്ടത്തിലെ ആചാരങ്ങളിൽ നിന്നും മാറാനുള്ള പ്രേരണ മാനുവലിന്റെ ആമുഖത്തിലും പ്രതിഫലിക്കുന്നു. 2026 പതിപ്പ് കൊളോണിയൽ കാലഘട്ടത്തിലെ ആചാരങ്ങൾ, ഉപകരണങ്ങൾ, പദാവലികൾ എന്നിവയുടെ അവശിഷ്ടങ്ങൾ ക്രമേണ നീക്കം ചെയ്യുന്നതിലൂടെ നമ്മുടെ വസ്ത്രധാരണ നിയന്ത്രണങ്ങൾ സമകാലിക ഇന്ത്യൻ ധാർമ്മികതയുമായി സമന്വയിപ്പിക്കുന്നതിനുള്ള ഒരു പരിഗണനീയ ചുവടുവയ്പ്പിനെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും അതിൽ പറയുന്നു. പ്രതീകാത്മക മാറ്റങ്ങൾക്ക് പുറമെ 2029 ജൂണോടെ നിലവിലുള്ള ജേഴ്സി അധിഷ്ഠിത ശൈത്യകാല യൂണിഫോമിന് പകരമായി ബാറ്റിൽ ജാക്കറ്റ് ഉൾക്കൊള്ളുന്ന ഒരു പുതിയ ശൈത്യകാല വർക്കിംഗ് ഡ്രസ് സൈന്യം അവതരിപ്പിച്ചു. എല്ലാ റാങ്കുകൾക്കുമുള്ള സ്റ്റാൻഡേർഡ് ശൈത്യകാല പുറം വസ്ത്രമായി ബാറ്റിൽ ജാക്കറ്റ് വീണ്ടും അവതരിപ്പിച്ചു. നടപ്പാക്കുന്നതിന് 3 വർഷത്തെ പരിവർത്തന കാലയളവ്. ഈ വർഷം ആദ്യം കൊളോണിയൽ കാലഘട്ടത്തിലെ പൈതൃകങ്ങൾ ഇല്ലാതാക്കുന്നതിനായി ഇന്ത്യൻ സൈന്യം 246 റോഡുകളുടെയും കെട്ടിടങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും പേര് മാറ്റി ഒരു പ്രധാന സംരംഭം ഏറ്റെടുത്തു. ഇന്ത്യയുടെ സ്വന്തം ചരിത്രം, ധാർമ്മികത, സൈനിക പാരമ്പര്യങ്ങൾ എന്നിവയിൽ വേരൂന്നിയ ഒരു സ്ഥാപനപരമായ ഐഡന്റിറ്റി ശക്തിപ്പെടുത്തുന്നതിനും രാജ്യത്തിന്റെ ധീരതയ്ക്കുള്ള അവാർഡ് ജേതാക്കളെയും യുദ്ധവീരന്മാരെയും വിശിഷ്ട സൈനിക നേതാക്കളെയും ആദരിക്കുന്നതിനും ഈ നീക്കം ലക്ഷ്യമിടുന്നു. 2023 ഫെബ്രുവരി 24 ഇന്ത്യൻ സൈന്യം കൊളോണിയൽ കാലഘട്ടത്തിലെ നിരവധി ആചാരങ്ങൾ നിർത്തലാക്കിയിട്ടുണ്ട്. ചടങ്ങുകൾ, കുതിരപ്പുറത്ത് ഓടിക്കുന്ന ബഗ്ഗികൾ ഉപയോഗിക്കുന്നത്, വിരമിക്കുമ്പോൾ ആചാരപരമായ പുൾ ഔട്ട് പരിപാടികൾ, അത്താഴങ്ങൾ, പൈപ്പ് ബാൻഡുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഈ സംരംഭത്തിലൂടെ രാജ്യത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും സംരക്ഷിക്കുന്നതിനും സൈനികരും അവരുടെ കുടുംബങ്ങളും താമസിക്കുന്ന, പരിശീലനം നൽകുന്ന, സേവനം ചെയ്യുന്ന ഇടങ്ങൾ ഇന്ത്യയുടെ സ്വന്തം വീരന്മാരെയും പൈതൃകത്തെയും മൂല്യങ്ങളെയും ദൃശ്യപരമായി പ്രതിഫലിക്കുന്നുണ്ടെന്നും ഉറപ്പാക്കുന്നതിനുമുള്ള പ്രതിബദ്ധത ഇന്ത്യൻ സൈന്യം ആവർത്തിക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.